Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം ഇന്ന് ഈ വിശുദ്ധ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ ജോർജ് കുടുംബം അവരോട് ചേർന്ന് ഇന്ന് പകൽ ആരാധിപ്പാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി സഭയിൽ വരുവാൻ ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. പരിമിതമായ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കർത്താവിൻ്റെ മേശ നമ്മുടെ മുന്നിലുണ്ട്. വേഗത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവയ്പ്പാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ഇന്ന് പകലത്തെ അല്പസമയത്തെ വേദ പഠനത്തിനായി എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ആണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ആസ്പദീകരിച്ചുകൊണ്ട് ചില ചിന്തകൾ വേഗത്തിൽ പങ്കുവയ്പ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 1-3. എബ്രായ ലേഖനം വളരെ ആഴമായി പഠിക്കേണ്ടതായ അനുഗ്രഹീതമായ ഒരു ലേഖനമാണ്. ഇതിൻ്റെ ടൈറ്റിൽ ലെറ്റർ ടു ദി ഹീബ്രൂസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹീബ്രൂസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ വിളിക്കുന്ന പേരാണ്. എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഹീബ്രൂ സംസാരിക്കുന്നവരെയാണ് ഹീബ്രൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സഭയ്ക്ക് ലേഖനം എഴുതിയ ഓതർഷിപ്പ് സംബന്ധമായി വിവിധ ചർച്ചകളുണ്ടെങ്കിലും അതിലേക്കൊന്നും ഇന്ന് രാവിലെ പോകാനുള്ള സമയം അനുവദിക്കുന്നില്ല. പൗലോസ് എഴുതി എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ അധികവും അവകാശപ്പെടുന്നത്. ഓതർ ആരാണെങ്കിലും ഇന്ന് പകല് ഈ 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തെ ധ്യാനപൂർവം ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ഇതിനകത്തുണ്ട്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഏകദേശം 30 വർഷം പിന്നിടുമ്പോൾ ക്രൈസ്തവ ദൈവസഭയ്ക്കെതിരെ വന്നതായ പീഡനങ്ങളെ കണ്ട് മനസ്സ് മടിച്ചു നിൽക്കുന്ന, നിരവധി യാഗങ്ങളുള്ള, പെരുന്നാളുകളുള്ള, നല്ല ഒരു ആരാധന സ്ഥലമുള്ള, നിരവധി പേര് ആണ്ടുതോറും വന്ന് ആരാധിക്കുന്ന അനുഗ്രഹീതമായ സഭയും പ്രവർത്തനങ്ങളും യാഗങ്ങളും പെരുന്നാളുകളും ഒക്കെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയതിന് ശേഷം അവർ പ്രതീക്ഷിക്കാത്ത നിരവധി ചലഞ്ചുകൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ നേരിട്ടപ്പോൾ മടങ്ങിപ്പോകാം എന്ന് ചിന്തിച്ച മനസ്സ് മടുത്ത് ഒരു മടക്ക യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഈ മനസ്സ് മടുത്ത എബ്രായർ ദൈവമക്കളെ ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് കുറിച്ച വേദവാക്യങ്ങളാണ് എബ്രായ ലേഖനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. കർത്താവ് ആരാണ് എന്ന്
ഓരോ അധ്യായങ്ങളിലും വളരെ ശക്തമായി വെളിപ്പെടുത്തുന്ന നിരവധി സന്ദേശങ്ങളാണ് എബ്രായ ലേഖനത്തിൽ ഉല്ലേഖനം ചെയ്യുന്നത്. 1-ാം അധ്യായത്തിൽ നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം പ്രവാചകന്മാരെക്കാൾ വലിയവൻ എന്നാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായത്തിൽ മനസ്സ് മടിച്ചു നിൽക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായത്തിൽ നിങ്ങൾ സ്മരിച്ചു വന്ന മോശയേക്കാൾ വലിയ പ്രവാചകനാണ് യേശു. അഹരോനേക്കാൾ വലിയവനാണ് കർത്താവ്. പുരോഹിതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. പഴയ നിയമ ഉടമ്പടിയേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. മൽക്കിസദേക്കിനേക്കാൾ അവൻ ശ്രേഷ്ഠൻ. അവൻ ന്യായപ്രമാണത്തേക്കാൾ വലിയവനാണ്. സമാഗമന കൂടാരത്തേക്കാൾ അവൻ ശ്രേഷ്ഠൻ. പഴയ നിയമ യാഗങ്ങളേക്കാൾ അവൻ വലിയവനാണ്. വിശ്വാസ വീരന്മാരെക്കാൾ ദൈവം ശ്രേഷ്ഠനാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സമാപന സന്ദേശം, യഹൂദ മതത്തെക്കാൾ നമ്മുടെ ദൈവം ശ്രേഷ്ഠൻ. ദൈവത്തിൻ്റെ വിശിഷ്ട സ്വഭാവങ്ങളെയാണ് മനസ്സ് മടുത്ത എബ്രായരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ദൈവം വലിയവനാണ്, ശ്രേഷ്ഠനാണ്. നാം പാട്ട് പാടുമ്പോൾ പറയാറുണ്ട്, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ, പ്രഭയെ ആത്മനിറവിൽ പരിശുദ്ധാത്മാവ് എബ്രായരുടെ ഹൃദയത്തിൽ നൽകുമ്പോൾ നിരവധി ചോദ്യങ്ങളുടെ മുന്നിൽ സ്തംഭിച്ചു നിൽക്കുന്ന ജനത്തിന് ഏതാണ് സത്യമെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തൊരു വല്ലാത്ത പരുവക്കേട്. നിങ്ങൾ തിരിച്ചറിയണം, 30 വർഷം വിശ്വാസത്തിൽ നിലനിന്ന, 30 വർഷം ദൈവത്തിൻ്റെ മഹത്വം അടുത്തറിഞ്ഞ ജനം 30 വർഷത്തെ ആത്മീക യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് ആ മടക്കയാത്രയ്ക്കൊരുങ്ങുമ്പോൾ ആത്മാവ് അവരോട് പറയുകയാണ്, നമ്മുടെ ദൈവം പ്രവാചകന്മാരെക്കാൾ വലിയവൻ. ഇന്ന് പകരത്തെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്, നാം പ്രതീക്ഷിച്ച പലരും ഇവിടെ ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ദൈവം വലിയവനാണ് എന്നുള്ള ശ്രേഷ്ഠത തന്നെയാണ്. അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ മേശ, ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി, ഇതെൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന അപ്പവും പാനപാത്രവും വിളിച്ചു പറയുന്നത്, മാനവകുലത്തിൻ്റെ പാപത്തിന് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം അത് നമുക്ക് വിടുതലായി എന്ന സന്ദേശമാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഇന്നലകളിൽ ഓടി ജയിച്ച ഒരു പറ്റം ഭക്തന്മാരുടെ ചരിത്രം 11-ൽ പറഞ്ഞിട്ട് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഇങ്ങനെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണം? എല്ലാവരും പറഞ്ഞ് എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. വിവിധ പരിഭാഷകളിൽ ആ വാക്യത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്ന വേദഭാഗം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ഓട്ടത്തെ സ്ലോ ഡൗൺ ചെയ്യുന്ന പാപങ്ങളെ വിട്ടുകളയണം. നമ്മുടെ ജീവിതയാത്ര വിജയകരമാക്കുവാൻ നമുക്ക് കഴിയാത്ത ആ ഭാരങ്ങളെ ഉപേക്ഷിക്കണം എന്ന വാണിംഗ് ആണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 11-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ വന്ന ചലഞ്ചുകളെ അതിജീവിച്ച് ഓടിയ വിശുദ്ധന്മാരുടെ ഒരു വലിയ പട്ടിക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ 11-ാം അധ്യായത്തിനകത്തുണ്ട്.
നമ്മുടെ കണ്ണുകളൊന്ന് പിന്നാമ്പുറത്തേക്ക് ഓടിച്ചാൽ ജയിച്ച നിരവധി പേരുണ്ട്. തോറ്റവർ നമ്മുടെ മുന്നിലുണ്ട്. ക്ഷീണിച്ചവരും ജയിച്ചവരും അങ്ങനെ നിരവധി അനവധി പേരുടെ പേരുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് പകൽ വരാം. ഇന്നലകളിൽ ഓടി ജയിച്ചവരെ കുറിച്ച് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് കുറിക്കുകയാണ്, നിങ്ങൾക്കും ഓടി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ജയിക്കണമെങ്കിൽ യേശുവിനെ നോക്കുക. കണ്ടോ, ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ നോക്കുക. ഇന്നലകളിൽ തോറ്റവരെ നോക്കിയാൽ നിനക്ക് ഓടുവാൻ കഴിയില്ല. ഇന്നലകളിൽ ക്ഷീണിച്ച് പോയവരെ നീ മാതൃകയായി പിൻപറ്റിയാൽ നിന്റെ ഓട്ടം ആ നിലകളിൽ ഓടി ജയിപ്പാൻ നിനക്ക് കഴിയാതെ വരുമെന്ന വാണിംഗ് ആണ്, സന്ദേശമാണ് ദൈവസഭയ്ക്ക്, ക്രൈസ്തവ സഭയ്ക്ക് 30 വർഷം ദൈവകൃപയിൽ നിലനിന്ന വിശുദ്ധന്മാരോട് ആത്മാവ് പറയുന്ന ദൈവിക സന്ദേശം. വിശ്വാസവീരന്മാരുടെ കാര്യങ്ങൾ നാം ഗ്രഹിച്ചു വരുമ്പോൾ ഒന്നാമതായി നമ്മൾ കാണുന്നത് ഹാബേലിനെ കുറിച്ചാണ്. ഹാബേൽ, ആ പദം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്, വിശ്വാസത്താൽ ഹാബേൽ. എങ്ങനെയാണ്? വിശ്വാസത്താൽ ഹാബേൽ. ഞാനെപ്പോഴും എൻ്റെ സഭയിൽ പറയാറുണ്ട്, പ്രാർത്ഥനയിൽ കാര്യമായ ശക്തിയൊന്നുമില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറയുന്ന പല വാക്കുകളും വളരെ ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. തിരുവചനം നിങ്ങൾ ആഗോളം ഒന്ന് പരിശോധിച്ച് പഠിച്ചാൽ പ്രാർത്ഥനയ്ക്ക് കാര്യമായ ശക്തി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകളിൽ ശക്തി വ്യാപരിക്കണമെങ്കിൽ, ഫലവത്തായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വാസം വ്യാപരിക്കണമെന്നാണ്. വിശ്വാസം ഉല്ലേഖനം ചെയ്യാത്ത പ്രാർത്ഥനകൾക്ക് ജീവനുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. അതാണ് പലയിടത്തും പ്രാർത്ഥിച്ച് മറുപടി കാണാതിരുന്നവരോട് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുവെന്നാൽ വിശ്വാസം പ്രാർത്ഥനയിലില്ലായിരുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ മകന് സൗഖ്യമില്ലാതെ വന്നു. അവർക്ക് സൗഖ്യം കൊടുക്കാതിരുന്നപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞു, ആദ്യം ഞങ്ങൾ വിഷയത്തെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലാണ് കൊണ്ടുവന്നത്, അവർക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തിൻ്റെ പാപ്പരത്വം തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിയാതെ വന്നത്? ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമേ എന്നല്ല, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയ്ക്കല്ല നീളം കൂടേണ്ടത്, പ്രാർത്ഥനയിൽ വിശ്വാസമാണ് വർദ്ധിക്കേണ്ടത്. പ്രാർത്ഥനയിൽ ഒരു പക്ഷെങ്കിൽ ആ കണ്ണുനീര് വന്നെന്ന് വരാം. ആ കണ്ണുനീരിന് ദൈവം മറുപടി നൽകണമെങ്കിൽ ആ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസം വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭംഗിയോടെ നീളം കൂടിയ നിരവധി പ്രാർത്ഥനകൾ പ്രാർത്ഥിപ്പാൻ പ്രാപ്തരായവർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ, സമയബന്ധിതമല്ലാതെ പ്രാർത്ഥിക്കാൻ അവസരം നൽകിയാൽ മണിക്കൂറുകൾ പ്രാർത്ഥിപ്പാൻ കൃപ പ്രാപിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നീളം കൂടിയ പ്രാർത്ഥനയല്ല, നമ്മുടെ സമയബന്ധിതമല്ലാത്ത പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലല്ല പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. മറിച്ച് പ്രാർത്ഥനകളിൽ തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഏത് മലയോടും അപ്പോ ഈ സമുദ്രത്തിൽ വീഴുവാൻ പറഞ്ഞാൽ അവയത് ചെയ്യുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയ്ക്കല്ല മഹത്വം, പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിനാണ് മഹത്വം. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എല്ലാ ആരാധനകളിലും കയ്യിനുമുണ്ട്, ഹാബേലുമുണ്ട്.
നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് AG ആണേലും IPC ആണേലും ചർച്ച് ഓഫ് ഗോഡ് ആണേലും ഷാരോൻ ആണേലും മഹനേദാൻ ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഇനി വീട്ടു പ്രാർത്ഥനയാണെങ്കിലും കൂട്ടമായ പ്രാർത്ഥനയാണെങ്കിലും 3 പേര് കൂടിയ യോഗമാണെങ്കിലും 30 300 3000 ആണെങ്കിലും തിരുവചനം പറയുന്ന എല്ലാ യോഗത്തിലും കയ്യിനുമുണ്ട് ഹാബേലുമുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ആരാണ് ഇവിടെ കയ്യിലിരിക്കുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കയ്യിനുമുണ്ട് ഹാബേലും ഉണ്ട്. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് കയ്യിന് ഹാബേലും ഒക്കെ. പക്ഷേ ആരാധനയ്ക്ക് വരുമ്പോൾ ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. നാട്ടിലാണ് വെള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നാൽ ആരാണ് കയ്യിന് ആരാണ് ഹാബേൽ ആർക്കറിയാം. അമേരിക്കയിലാണ് ഒരു പിടിയും കിട്ടിയല്ല. നല്ല കോട്ടുമൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് വന്നിരുന്നാൽ എൻ്റെ ധാരണ നിങ്ങളെല്ലാം ഹാബേലാന്നാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് ഹാബേലുമാരെ നമുക്ക് ദൈവസഭയിൽ തിരിച്ചറിയാൻ. പക്ഷെ ബൈബിൾ ശരിക്കും പഠിച്ചാൽ ഈ ആരാധന 3 മണിക്കൂർ കഴിയുമ്പോൾ കയ്യിനാരാണ് ഹാബേലാരാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എക്സിറ്റ് ഡോറിന് അവിടെ പോയി നിൽക്കണം. എങ്ങനെയാണ്? എക്സിറ്റ് എന്ന് പുറകെ എഴുതിയിരിക്കുന്നുണ്ട്. അതിനവിടെ പോയി നിൽക്കണം. എന്തിനാണെന്നറിയാവോ? ആരാധന കഴിഞ്ഞ് വരുന്നവരുടെ മുഖത്തേക്ക് നോക്കണം, സൂക്ഷിച്ച് നോക്കണം. ഇനി ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവരുടെ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ ഓർത്തോണം ഇവനാണ് ഈ സഭയിലെ കയ്യിന്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? നല്ല കയ്യടിയും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. പക്ഷെ ആരാധന കഴിഞ്ഞ് എക്സിറ്റ് ഡോറിൽ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. ആരുടെയെങ്കിലും മുഖം വാടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഈ പുള്ളിയാണ് നമ്മുടെ സഭയിലെ കയ്യിന്. അതുകൊണ്ട് ഇന്നെങ്കിലും പോകുമ്പോൾ സന്തോഷത്തോടെ പോകണം. ആരുടെ മുഖം വാടിയിരിക്കരുത്. വാടിയിരുന്നാൽ ഓർത്തോണം AG സഭയിലെ കൈ നീയാണെന്നറിയും. അതുകൊണ്ട് ആരും പുറകോട്ടും ഇടത്തോട്ടും ഒന്നും നോക്കണ്ടേ. ഞാനെന്നൊരു ടിപ്പ് പറയുകയാണ്. ആരാണ് കയ്യിനെന്ന് തിരിച്ചറിയാൻ ഒറ്റ വഴിയേ പുസ്തകത്തിനകത്തുള്ളൂ. മുഖം ആരുടെ വാടിയിരിക്കുന്നോ അവനാണ് ദൈവസഭയിലെ കയ്യിൻ. സ്വോത്രം പറയാൻ മടിയാണെന്ന് എനിക്കറിയാമെങ്കിലും ഒരു സ്വോത്രം പറഞ്ഞേ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല നിങ്ങൾ കയ്യിനാണെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ സ്വോത്രം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹാബേലാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? തിരുവചനത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് വന്ന് വേഗത്തിലൊരു വാക്യം വായിക്കും. 1:18 എന്ന് വായിച്ചു. 1:18. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. ആ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. കണ്ടോ, അവളുടെ മുഖം പിന്നെ ഒരു പക്ഷെങ്കിൽ ആരാധനക്ക് വരുമ്പോൾ അല്പം മുഖം വാടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കഴിയുമ്പോൾ നിന്റെ വാട്ടം ഇവിടെ തീരണം. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നീ ആരാധനക്ക് വന്നപ്പോൾ നിന്റെ മുഖം വാടിയിരിക്കുകയായിരുന്നു. നിന്റെ മനസ്സിൽ ക്ഷീണമുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, പല പ്രശ്നങ്ങൾ നിന്റെ അകത്ത് വ്യാപരിച്ചുവെന്നാൽ ആരാധനകൾ തീരണം സകലതും. ആരാധനയിൽ തീരാത്തൊരു പ്രശ്നം നിന്റെ മേലുണ്ടാകരുത്. മനസ്സിലാകുന്നുണ്ടോ? അല്പം വാടി അകത്ത് വന്ന് കാര്യം ശരിയാണ്. പല പ്രശ്നങ്ങളല്ലേ, പല പ്രതിസന്ധികളല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ആഞ്ഞടിക്കുന്നത്. അത് തലമുറയുടെ വിഷയമാകാം, നിന്റെ കുടുംബത്തിലെ വിഷയമാകാം, നിന്റെ ഭാര്യയുടെ വിഷയമാകാം, സഭയുടെ വിഷയമാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ഇന്ന് രാവിലെ പറയുന്നു, ആ പ്രശ്നം മുഴുവൻ ആരാധനയിൽ സെറ്റിൽ ചെയ്യണം. ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ മുഖം സന്തോഷമായിരിക്കണം. ഹലോ, ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ മുഖം ആനന്ദിക്കണം. എത്ര പ്രശ്നമുണ്ടെങ്കിലും അത് ആരാധനയിൽ പരിഹരിക്കപ്പെടണം. ഓരോ പാട്ട് പാടുമ്പോൾ യഹോവ നല്ലവനെന്ന് നീ പാടി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നിന്റെ സകല പ്രശ്നവും നിന്റെ സകല ഭാരവും ഇവിടെ തീരണം. മടങ്ങിപ്പോകുമ്പോൾ ആനന്ദത്തോടെ മടങ്ങണം. അതാ വിശുദ്ധ യുമനം കൊടുക്കുമ്പോൾ മാറാനാഥ എന്ന് പറയുന്നത് യേശു വേഗം വരും. എങ്ങനെയാണ് മാറാ? നിങ്ങളെങ്ങനെ പറയുന്നുണ്ടോ? മാറട വറക്കി എന്നല്ല, മാറാ. സ്വത്രം പറഞ്ഞ മാറാ. ചിലരുടെ മാറാനാഥ പറഞ്ഞ മാറി നിൽക്കടാന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ മാറാനാഥ എന്നങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധിച്ചോണേ കേട്ടോ.
നമ്മുടെ ജീവിതമൊക്കെ പരിശോധിക്കണം. ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ മുഖം വാടിയിരിക്കരുത്. നിന്റെ അടുത്തിരിക്കുന്നത് യേശു തലയാകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവന് നിറം കുറവായിരിക്കാം, അവന് പാടാൻ കഴിവില്ലാത്തവനാകാം, അവൻ ആരും അവിടെ നല്ല ജോലി ഉള്ളവനാകയില്ല. എങ്കിലും നിന്റെ അടുത്തിരിക്കുന്നത് യേശു തലയാകുന്ന ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അവനൊരു കഴിവില്ലെന്ന്, അവന് യോഗ്യതയില്ലെന്ന് നീ ഇന്ന് പകൽ വിചാരിച്ചാലും പരിശുദ്ധാത്മാവ് പറയുന്നു, അവന്റെ പരിശുദ്ധ രക്തം കൊണ്ട് അവൻ വീണ്ടെടുത്ത ദൈവസഭ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം പറയണം, എല്ലാ ആരാധനകളും എല്ലാവരും പരിഗണിക്കണമെന്ന് നിർബന്ധമില്ല. ഹാബേലിന്റെ ആരാധന കയീൻ പരിഗണിച്ചില്ല. മറ്റുള്ളവർ പരിഗണിക്കാൻ നീ ആരാധിക്കരുത്. നിന്റെ പാട്ട് ശരിയല്ലെന്ന്, സ്തോത്രം ശരിയല്ലെന്ന്, നീ കൊടുക്കുന്നത് ശരിയല്ലെന്നൊക്കെ മറ്റ് പലരും പറഞ്ഞെന്ന് വരാം. അവിടെയൊന്നും മനസ്സ് വാടരുത്, അവിടെയൊന്നും മനസ്സ് ക്ഷീണിക്കരുത്. തിരുവചനം പറയുന്നു, മനുഷ്യൻ അംഗീകരിക്കാനല്ല ആരാധന, ആരാധന സ്വർഗം അംഗീകരിക്കണം. ആരാധനയിൽ ദൈവം കൈയടിക്കണം, ആരാധനയിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവം അംഗീകരിക്കാത്ത ഒരാരാധനയും ആരാധനയല്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജ്യേഷ്ഠൻ ആരാധന അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഒരു മരണം അവിടെ നടന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? മരണം അവിടെ നടന്നത്. ആരാധനയിൽ ആരെങ്കിലുമൊക്കെ പരിഗണിക്കും, ആരെങ്കിലുമൊക്കെ നല്ലതെന്ന് പറയും, നിന്റെ പാട്ട് മനോഹരമായിരുന്നു എന്നൊക്കെ പറയാനും അങ്ങനെ പ്രചോദനം നൽകാനും പ്രോത്സാഹിപ്പാനും ഇവിടെ ആളില്ലെങ്കിലും ആരാധനക്കാരെല്ലാം ചിന്തിച്ചോണം, ഇവിടെ നീ ആരാധിക്കുന്നത് മനുഷ്യന്റെ കയ്യടിക്ക് വേണ്ടിയല്ല. ഇവിടെ ഒരു രാജാതി രാജാവുണ്ട്, ഇവിടെ ഒരു കർത്താതി കർത്താവുണ്ട്, ഇവിടെ പ്രവാചകനേക്കാൾ വലിയവനുണ്ട്, മോശയേക്കാൾ വലിയവനുണ്ട്, ന്യായപ്രമാണത്തെക്കാൾ വലിയവനുണ്ട്, പഴയ നിയമയാഗത്തേക്കാൾ വലിയവനുണ്ട്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധ്യൻ മറ്റാരുമില്ല. അവനാണ് ആരാധനയിൽ പ്രസാദിക്കേണ്ടത്. അപ്പൊ നിന്റെ ജീവിതയാത്രയെ സ്ലോ ഡൗൺ ചെയ്യുന്നത് പാപമാണെന്ന് ഇന്ന് പകൽ പറഞ്ഞാൽ, ഇന്ന് പകൽ എത്ര പേര് അതിനോട് യേശു പറയുമെന്ന് എനിക്കറിയില്ല. എന്ന തിരുവചനം പറയുന്നു, ഇന്നലകളിൽ നിന്റെ യാത്രയെ സ്ലോ ഡൗൺ ചെയ്തത് നിന്റെ അകത്ത് വസിക്കുന്ന പാപമാണ്. അതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. ഈസിലി entangles that would slow down your travel, slow down your run. നിന്റെ ഓട്ടത്തെ അത് സ്ലോ ഡൗൺ ചെയ്യുമെന്ന്. ആരുടെയെങ്കിലുമൊക്കെ യാത്രയിൽ സ്ലോ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ, ഇന്നലെയിലെ പ്രാർത്ഥന നിനക്കിന്നില്ലെങ്കിൽ, ഇന്നലെയിൽ ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, 10 പ്രാവശ്യം നിന്റെ വാച്ചിൽ നോക്കിയാണ് ആരാധനയിൽ ഇരിക്കുന്നതെങ്കിൽ ഓർത്തോണം, എവിടെയോ നിന്റെ ജീവിതത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ ഓട്ടം എവിടെയോ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇന്ന് പകൽ ആരാധനയിൽ ഇത് പരിഹരിച്ച് മടങ്ങിപ്പോകണം. ആനന്ദത്തോടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹാബേൽ പറയുന്നൊരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? ദൈവജനമേ, ഒറ്റ ആരാധനയെ ആരാധിച്ചുള്ളെങ്കിലും അത് നീ നന്നായി ആരാധിച്ചോണം. ലൈഫിൽ നിനക്ക് ഒറ്റ പ്രാവശ്യമേ ആരാധിക്കാൻ ഈ ഭൂമിയിൽ അവസരം സ്വർഗം തന്നുള്ളെങ്കിൽ ആ സമയം അത് മെനക്കാരാധിച്ചോണം. അത് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ഇവിടെ ആരും കാഴ്ചക്കാരായിട്ടിരിക്കരുത്. ഇവിടെ ആരും വെറുതെ പാട്ടുപാടി പോകാനിരിക്കരുത്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം അവരാരാധനയിലാണ്, അവര് ദൈവസന്നിധിയിലാണ്, അവന്റെ മഹത്വമാണ് ഇവിടെ ഇറങ്ങി വസിക്കുന്നത്. ആരാധന ഒരിക്കലേ ആരാധിക്കാൻ കഴിഞ്ഞുള്ളെങ്കിലും അത് മാന്യവും മര്യാദയ്ക്കും കർത്താവിനെ ആരാധിക്കണം. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? അവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വേണം നാം ദൈവത്തോട് നമ്മുടെ നല്ല മനസ്സാക്ഷിയിൽ ആരാധിക്കാൻ. ഇത് ആരാധനാ യോഗമാണ്. യേശുവിനെ നോക്കി ഓടുക, യേശുവിനെ മാത്രം നോക്കി ഓടുക. ഇന്നലകളിൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ നിനക്കും ജയിക്കണമെങ്കിൽ നിന്റെ കണ്ണ് യേശുവിങ്കൽ ഫിക്സ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ആരാധന കഴിയുമ്പോൾ തീരുന്ന കണക്ഷൻ അല്ല നിനക്ക് കർത്താവുമായിട്ട് വേണ്ടത്. നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആരാധന കഴിഞ്ഞു തുടരുന്നതാകണം. ആശീർവാദം കഴിയുമ്പോൾ തീരുന്ന റിലേഷൻ അല്ല ദൈവവുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ആരാധന കഴിയുമ്പോഴും യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. അത് കിടപ്പ് മുറിയിലാണെങ്കിലും, എല്ലാവരും ശ്രദ്ധിക്കുന്നത്, കിടപ്പ് മുറിയിലാണെങ്കിലും, നിന്റെ മാസ്റ്റർ ബെഡ്റൂമിനകത്താണെങ്കിലും, നിന്റെ ജോലി സ്ഥലത്താണെങ്കിലും, നിന്റെ ഏകാന്തതയിലാണെങ്കിലും, നിന്റെ ജീവിതത്തിലെ ഏത് മേഖലകളിലാണെങ്കിലും തിരുവചനം പറയുന്നത് അവനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്ന ഒരിടപാടും ദൈവസഭയ്ക്ക് പാടില്ല, ഒരു മനുഷ്യനും പാടില്ല. ഈ ബന്ധം വലുതാണ്. ഈ ബന്ധം ആർക്കും മുറിക്കാൻ കഴിയില്ല. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഉയർച്ചയോ താഴ്ചയോ ഇതൊന്നിനും എൻ്റെ ബന്ധം ദൈവവുമായിട്ടുള്ളത് വേർപിരിക്കാൻ കഴിയില്ല. ഇത് പിരിയാ ബന്ധമാണ്. നിങ്ങളൊക്കെ പാടുമെന്നിരിക്കരുത്. ഇതിൽ കർത്തൃമേശക്ക് അങ്ങനെ ഒരു പാട്ടുണ്ട്. പിരിയാ ബന്ധമാണിത്, യാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത്, യുഗകാലം വരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിലേഷനാണിത്. പ്രൈസ് ദി ലോർഡ്. ഈ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്നെ വിട്ടൊരിക്കലും പോകുന്നില്ല. ആ സാന്നിധ്യവുമായിട്ടാണ് നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, നീ നിൻ്റെ വാഹനം ഓടിക്കുന്നത്. നീ ഫുഡ് കഴിക്കുമ്പോഴും ഓർത്തോണം, ഈ കണ്ണുകളാണ് നിന്നെ കാണുന്നത്. യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് ഗോഡ്സ് ക്യാമറ. ദൈവത്തിൻ്റെ ക്യാമറയുടെ സർവൈലൻസിനകത്താണ് നമ്മളിരിക്കുന്നത്. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊരു സ്തോത്രം ചെയ്തേ. അപ്പോൾ എൻ്റെ മുഖം വാടാതെ ഞാൻ ദൈവത്തെ ആരാധിക്കണം. ഹന്നയെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ തൃക്കണ്ണിൽ അവൾക്ക് കൃപ ലഭിച്ചു. അവൾ തന്നെ വഴിക്ക് പോയി, അവൾ ഭക്ഷണം കഴിച്ചു. പക്ഷെ അവളുടെ മുഖം പിന്നെ ഒരിക്കലും വാടിയില്ലെന്ന്. വല്ലപ്പോഴും വാടിയില്ലെന്നല്ല, ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധന കഴിഞ്ഞ് ഓൺ ദ വേയിൽ ഒരു ടേക്ക് അവേ സാൻഡ്വിച്ചോ ബർഗറോ ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സ് പറയുകയാണ്, ആരാധനക്ക് ചെന്നപ്പോൾ മുഖം വാടിയിരിക്കുകയായിരുന്നു, പക്ഷെ തൃക്കണ്ണിൽ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് ടേക്ക് അവേ ഫുഡ് കഴിക്കുമ്പോഴും അവളുടെ ഹൃദയം ആനന്ദിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? തിരുവചനപ്രകാരം അവൾ പറഞ്ഞു, അവളുടെ മുഖം പിന്നെ ഒരു നാളും വാടിപ്പോയില്ല. അങ്ങനൊരു മുഖം, നിങ്ങളുടെയൊക്കെ മുഖം കാണാൻ എത്ര നല്ലതാ. സൗന്ദര്യമുള്ള മുഖമൊക്കെ നിങ്ങൾക്ക് ദൈവം തന്നില്ലേ? ഈ മുഖം വാടിയ പിന്നെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് ഇന്ന് പകൽ വാടാതെ വേണം നമ്മൾ വീട്ടിലേക്ക് പോകുവാൻ. അതാണ് ആദ്യമായി ഓടി ജയിച്ച ഭക്തൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഒന്ന്, അവനൊറ്റ ആരാധനയെ ആരാധിക്കാനേ അവസരം ലഭിച്ചുള്ളൂ. രണ്ട്, അവൻ പറയുന്ന സന്ദേശം, ഒരിക്കൽ ആരാധിച്ചുള്ളെങ്കിലും അത് നന്നായി കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അടുത്തൊരു മനുഷ്യനാണ് ഹാനോക്ക്. 300 വർഷം ദൈവത്തോടുകൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ച ഹാനോക്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവന്റെ ഗ്രാൻഡ് പേരൻസിന് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു ദൂത് പറയട്ടെ, ഇന്നലകളിൽ പലർക്കും നടക്കാൻ കഴിയാഞ്ഞ ഇടത്താണ് നീ നടക്കുന്നത്. ഇന്നലകളിൽ പലരുടെയും കാല് വഴുതിയ അതേ പാതയിലാണ് നീ നടക്കുന്നത്. ഇന്നിവിടെ പകൽ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട്, ഫിലദൽഫിയ അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയോട് ആത്മാവിടപെടുകയാണ്. ഇന്നലകളിൽ ആരോ അവരുടെ കാല് വഴുതിപ്പോയി, അവരെ പാപത്തിന്റെ മുന്നിൽ അവരെ മുട്ടുകുത്തി, അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനെ പൂരിപ്പിക്കാൻ സ്വർഗം നിന്നെ വിളിച്ചു. നിന്റെ അപ്പന് കഴിയാഞ്ഞത്, നിന്റെ അപ്പന് കഴിയാഞ്ഞത്, നിന്റെ കൂടെ ഉള്ള സഹോദരന് കഴിയാഞ്ഞത്, നിന്റെ വീട്ടിലുള്ളവർക്ക് പലർക്കും കഴിയാഞ്ഞത്, നിന്നെ കൊണ്ട് സ്വർഗം ചെയ്യിച്ചത്, അത് നിന്റെ മഹിമയല്ല, അത് നിന്റെ കഴിവയല്ല. ഇന്നലകളിൽ പരാജയപ്പെട്ട നിരവധി പേരുണ്ട്. അവരുടെ സ്ഥാനത്ത് നീയൊന്നും പരാജയപ്പെടാതെ ഓടുന്നെങ്കിൽ തിരുവചനം പറയുന്നു, അതവന്റെ അനന്തമായ കൃപയുടെ വ്യാപാരം.
എത്ര പേർക്ക് അങ്ങനെ പറയാൻ നന്ദിയുണ്ട്? നിന്റെ വീട്ടിലേക്കൊന്ന് നോക്കിക്കേ. നിന്നേക്കാൾ മിടുക്കൻ, നിന്നേക്കാൾ കഴിവുള്ളവൻ പലരും പരാജയപ്പെട്ട അതേ പോർക്കളത്തിൽ നീ നന്നായി ഓടുന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവകൃപയുണ്ട്. അനേകരുടെ കുടുംബജീവിതം തകർന്നു പോയപ്പോൾ നിന്റെ കുടുംബജീവിതം ഇന്നും ബലമുള്ളതായി നിൽക്കുന്നെങ്കിൽ അതിൽ വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട്, അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്നലകളിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. എന്നാൽ ആത്മാവ് പറയുന്നു, നീ ജയിക്കണം, നീ ഓടണം. നീ അവരെ കഴിയാഞ്ഞത് പൂരിപ്പിക്കാനാണ് സ്വർഗം നിന്നെ ഈ സഭയിൽ ഇന്ന് പകല് കൊണ്ടുവന്നത്. അനേകർക്ക് കഴിയാത്തത് നിന്നെ കൊണ്ട് നടക്കണം. Glory to our Almighty God. ബൈബിൾ പറയുന്നത് വീഴുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ, എല്ലാവരും പറഞ്ഞ് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അനേകരുടെ കാൽ ഇടറി, അനേകർ പാപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. ഞാനും നിങ്ങളും ഇന്നും ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹമാണ്. ആ കൃപയിൽ നമ്മളെ നിലനിർത്തുന്ന കർത്താവിനൊരു നന്ദി പറഞ്ഞേ. ആ കർത്താവിനൊരു നന്ദി പറഞ്ഞേ. അനേകർ വീണവരെ ഓർത്ത് നീ മടിച്ചു നിൽക്കണ്ട. ഇന്നലകളിൽ പരാജയപ്പെട്ടവരെ ഓർത്ത് നിന്റെ മനസ്സ് ക്ഷീണിക്കണ്ട. ഇന്ന് നീ ഓടുകയാണ്. നിന്റെ മുന്നിൽ കർത്താവ് നിന്റെ മുന്നിൽ നിൽക്കുകയാണ്. തിരുവചനം പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ നീ ഓടണം. ഓടുമ്പോൾ ഒരു കാര്യം മറക്കരുത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആരെ നോക്കണം? എല്ലാവരും പറഞ്ഞ് ആരെ നോക്കണം? യേശുവിനെ നോക്കി ഓടണം. പ്രൈസ് ദി ലോർഡ്. ജെയ്സനാണെന്നൊന്ന് വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നിന്റെ ലജ്ജകളെ മാറ്റുന്നത്, നിന്റെ പരാജയങ്ങളെ പരിഗണിക്കുന്നത്, ജീവിതത്തിലെ വൈതരണികൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. നിന്റെ കണ്ണുകൾ കർത്താവിൽ കേന്ദ്രീകരിച്ചാൽ, നിന്റെ ജീവിതത്തിൻ്റെ സെൻറ്റർ ബിന്ദു കർത്താവായാൽ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും യേശു നിന്റെ മാതൃകയായാൽ, ഇന്നല്ല ഒരു നാളും നീ പരാജയപ്പെടുകയില്ല. അനവധി തലമുറകൾ പരാജയപ്പെട്ടപ്പോൾ, അനവധി പേര് ഈ പോർക്കളത്തിൽ പട്ടുപോയപ്പോൾ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ സ്വർഗം സൂക്ഷിച്ചെങ്കിൽ അതിൽ കർത്താവിൽ അഭിമാനം കൊണ്ടിട്ട് പറയണം, എന്നെ കർത്താവ് നിർത്തിയതാണ്. രൂബേൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പഴയ നിയമത്തിലുണ്ട്. യാക്കോബിൻ്റെ ഒന്നാമത്തെ പുത്രനാണ് രൂബേൻ. രൂബേൻ ആ കുടുംബത്തിൽ ആദ്യജാതനാണ്. എല്ലാവർക്കും അറിയാം ആദ്യജാതൻ. ബൈബിൾ ശരിക്കും പഠിച്ചാൽ ആദ്യജാതന്മാർക്ക് ലഭിക്കുന്ന 8ഓളം അനുഗ്രഹങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. അതൊന്നൊന്നായി പറയാൻ സമയമില്ല. പ്രധാനമായ 3 പോയിന്റുകൾ ഞാൻ പറയാം. രൂബേൻ ആദ്യജാതനായതുകൊണ്ട്, അവൻ്റെ ജനനം കൊണ്ട് അവന് ലഭിച്ച 8 അനുഗ്രഹങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതിലെ 3 അനുഗ്രഹങ്ങൾ വേഗത്തിൽ പറയാം. 1, അവന് പൗരോഹിത്യം ലഭിക്കണം. 2, രാജത്വവും അവന് ലഭിക്കണം. 3, ഇരട്ടി പങ്കാർക്ക് ലഭിക്കണം. ജനനം കൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ നോക്കിക്കേ. രൂബേൻ 8ഓളം അനുഗ്രഹങ്ങളാണ് ജനനം കൊണ്ട് ലഭിച്ചതെങ്കിൽ, യേശുവിൽ ജനിച്ചു നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവ് തന്നിരിക്കുകയാണ്. അതിൽ അഭിമാനം കൊള്ളുന്നത് എത്ര പേരുണ്ട്? യേശുവിൽ ജനിച്ചു എന്ന് ഒറ്റ കാരണം കൊണ്ട് അവന്റെ കുടുംബത്തിന്റെ വകയാകുവാൻ സ്വർഗം നിന്നെ വിളിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വിളി കൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എത്ര മൾട്ടിപ്ലൈ ചെയ്താലും അനുഗ്രഹങ്ങൾ നിനക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. തിരുവചനം പറയുന്നു, യേശുവിൽ ജനിച്ചവന് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഉണ്ട്. 8 അല്ല, 80 അല്ല, 800 അല്ല, 8000 അല്ല, അതിനേക്കാൾ ഉപരിയായ അനുഗ്രഹങ്ങളാണ് പ്രിയരെ ദൈവത്തെ അറിഞ്ഞ തൻ്റെ ജനത്തിന് സ്വർഗം നൽകുന്നത്. എല്ലാവരും ഒരു സ്തോത്രം കരങ്ങൾ ഉയർത്തി പറ. പക്ഷെ ഇവന്റെ നടപ്പുകേടുകൊണ്ട്, ഇവനെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവനെ നിവർത്തിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അനുഗ്രഹം മുഴുവൻ കളഞ്ഞു കുടിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. രാജത്വം യഹൂദയ്ക്ക് പോയി, പൗരോഹിത്യം ലേവിക്ക് പോയി, ഇരട്ടിപ്പങ്ക് യോസഫിന്റെ മക്കൾക്ക് പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ?
ഇതൊക്കെ ജനനം കൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങളാ. ഇത് ഒറ്റ മനുഷ്യനായി നിന്നുകൊണ്ട് ഈ സകല അനുഗ്രഹങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വിളിയാണ് അവൻ്റെ മുകളിൽ കിടന്നത്. പക്ഷെങ്കിൽ ആ വിളി മുഴുവൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം അവൻ്റെ വിളിയിൽ അവൻ നിന്നില്ലെന്ന്. ഇതൊന്നും വെറുതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളല്ല. ഇങ്ങനെ ഒരു ഒത്തുപൊരുത്ത പരിപാടിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളല്ല. ഇതൊക്കെ പ്രാപിക്കാൻ വില കൊടുക്കണം. അങ്ങനെ വില കൊടുത്ത അനവധി വിശുദ്ധന്മാർ നമ്മുടെ പിന്നിലുണ്ട്. അവര് നമ്മുടെ മാതൃകയാകണം. എന്നിട്ട് പറയണം, ഞാൻ നിന്നെ നോക്കി ഓടുമെന്ന്. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, അനേകർക്ക് പൂരിപ്പിക്കാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് സ്വർഗം പൂരിപ്പിക്കുകയാണ്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നേക്കാൾ മാന്യരായവർ ഇരിക്കേണ്ടതായിരുന്നു. ഈ സഭയിൽ നമ്മളെക്കാൾ കഴിവുള്ളവർ ഇരിക്കേണ്ട ഈ കസേരയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കസേര എനിക്ക് ലഭിച്ചെങ്കിൽ ഇത് കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഒരു കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഇതൊന്നും എൻ്റെ പുകഴ്ചയല്ല, ഇതെൻ്റെ പ്രശംസയല്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആയതുകൊണ്ടല്ല, എൻ്റെ ദൈവം ബെറ്റർ ആയതുകൊണ്ട്, എൻ്റെ ദൈവം വലിയവനായതുകൊണ്ട്, അവൻ രാജാധി രാജാവായി ഇന്ന് പകൽ ഇവിടെ ഉള്ളത് കൊണ്ട് തിരുവചനം പറയുന്നു, നിന്നെ കൊണ്ട് സ്വർഗം അത് ചെയ്യിക്കുകയാണ്. അവനെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളന്നു, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുത്ത് ഭൂമിയിലെ പൊടി മുഴുവൻ നാഴിയിൽ കൊള്ളിച്ചു. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും അവൻ തൂക്കി. അവന്റെ കൈക്കകത്ത് നിന്നെ സ്വർഗം സൂക്ഷിച്ചു. ഭൂമിയിലെ പൊടികൾ മുഴുവൻ അവൻ നാഴിയിൽ കൊള്ളിച്ചെന്ന് പറഞ്ഞാൽ ഈ ദൈവമാരാ? പർവ്വതങ്ങൾ മുഴുവൻ വെള്ളിക്കോൽ കൊണ്ട് അളന്ന തുലാസിൽ തൂക്കിയെങ്കിൽ നമ്മുടെ ദൈവമാരാ? ലോകത്തിലെ സകല വെള്ളങ്ങളെയും ഉള്ളം കൈ കൊണ്ട് അവൻ്റെ വെള്ളത്തെ അവൻ അളന്നെന്ന്. ആ കയ്യിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇന്ന് പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർത്തോണം, നാളെയും പരാജയപ്പെടാതിരിക്കണമെങ്കിൽ നിന്റെ നോട്ടം യേശുവിങ്കലേക്കാകണം. യേശുവിങ്കലേക്ക് നോക്കി ഓടുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ ജയിപ്പാൻ കഴിയുകയുള്ളൂ. പുതിയ നിയമം ആഴത്തിൽ പഠിച്ചാൽ പുതിയ നിയമത്തിൽ ഒരു വലിയ കൗൺസിലുണ്ട്. ആ കൗൺസിലിൻ്റെ പേരാണ് ന്യായവിസ്താര സഭ. എല്ലാവരും പറഞ്ഞേ, ന്യായവിസ്താര സഭ എന്ന് പറയുന്നൊരു കൗൺസിൽ ആ കാലത്ത് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. പേര് ന്യായവിസ്താര സഭയാണെങ്കിലും ന്യായമായ ഒരു വിസ്താരവും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടല്ലേ പൊന്നമ്മ എന്ന് പേരെന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ ഒരു അംശമില്ലാത്തത്. ഞങ്ങളുടെ സഭയിൽ ഒരാളുടെ പേരാ സോണം. സ്വർണത്തിൻ്റെ ഒരു അംശം, പള്ളിപ്പോലും വരാത്തവനൊക്കെ സോണമെന്ന് ആരാടെ പേരിട്ടത്? പേരും സ്വഭാവം കൊണ്ട് ഒരു ബന്ധവും നമുക്ക് മാതാപിതാക്കളിട്ട് അനുഗ്രഹിച്ചെങ്കിൽ വിട്ടു. പക്ഷെ നമ്മളിന്ന് പല കയ്യന്മാരായിട്ട് ദൈവസഭയിൽ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചു പോവുകയാണ്. പേരും സ്വഭാവം കൊണ്ട് നോക്കിയാൽ ഒരു ബന്ധവും ഇല്ല. പഴയ നിയമത്തിൽ ന്യായവിസ്താര സഭ എന്ന പേര്, പക്ഷെ ന്യായമായ ഒരു വിസ്താരവും നടക്കാത്ത സഭ. ആ ന്യായവിസ്താര സഭയിൽ 70 പേരടങ്ങുന്ന സംഘം. അതിലെ പരമാധികാരിയായിട്ട് മഹാപുരോഹിതൻ അവിടെ ഒരു കുർസിയിൽ തൻ്റെ കസേരയിൽ താൻ ഇരിക്കുകയാണ്. മഹാപുരോഹിതൻ്റെ ലീഡർഷിപ്പിൽ അധ്യക്ഷതയിൽ നടക്കുന്ന ഒരു കൗൺസിൽ ഉണ്ട് ആ കാലത്ത്. ആ കൗൺസിലിൻ്റെ പേരാണ് ന്യായ വിസ്താര സഭ. 70 പേരാണ് ഓഡിയൻസ്. 35 പേര് വലത്ത്, 35 പേര് ഇടത്തിരിക്കുന്ന 35 പേര് ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് നടുക്ക് നിർത്തിയാൽ ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നോ പറയാനാണ് ഇടതുഭാഗത്ത് 35 പേരിരിക്കുന്നത്. അപ്പോൾ തന്നെ വലതുഭാഗത്ത് 35 പേരിരിപ്പുണ്ട്. അവരെ ഇദ്ദേഹത്തെ ന്യായമായി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കൊല്ലാൻ കൽപ്പിക്കേണ്ട സ്ഥാനത്ത് അടുപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ന്യായമായത് എന്തെങ്കിലും പറഞ്ഞ് അവനെ രക്ഷിക്കുന്ന ഒരു കൂട്ടമാണ് വലതുഭാഗത്തിരിക്കുന്ന 35 പേര്. എല്ലാവരും എന്നോട് കൂടെ ഉണ്ടോ? അപ്പം മഹാപുരോഹിതനാണ് കാര്യങ്ങളെ ലീഡർഷിപ്പ്, അദ്ദേഹമാണ് പരമാധികാരി. അപ്പസ്തോല പ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് അപ്പസ്തോലന്മാർ ഒരുമിച്ച് ആ സ്ട്രീറ്റുകളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അനവധി രോഗികൾ സൗഖ്യമായി, വിടുതലുകൾ നടന്നു. അനവധി പേര് യേശുവിനെ അംഗീകരിച്ചു. ആ ദേശം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം പരന്നു. കിടിലൻ പ്രഭാഷണങ്ങളായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു ശക്തിയോടെ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അനേകര് ഈ വിഷയം കൗൺസിലിലേക്ക് വലിച്ചഴച്ചു. മഹാപുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
അപ്പസ്തോലന്മാരെ മുഴുവൻ കൗൺസിലിൽ ന്യായവിസ്താര സഭയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരെല്ലാവരും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കൗൺസിൽ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇവർക്കെതിരെ പറയുകയാണ്. അപ്പോൾ വലതുഭാഗത്തൊരു മാന്യനായ മനുഷ്യൻ അനുകൂലമായി ന്യായമായത് വല്ലതും പറയാൻ അവകാശമുള്ള 35 പേരിൽ ഒരുവനായി ഗമാലിയൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഇവർ ചെയ്യുന്നത് ദൈവത്താലാണെങ്കിൽ ഇതിനെ ആർക്കും അടക്കാൻ പറ്റില്ല. മാനുഷികമെങ്കിൽ ഇത് മുഴുവൻ നശിച്ചു പോകും, ദൈവികമെങ്കിലോ പറഞ്ഞേ ഇത് നിലനിൽക്കും. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. മാറ്റി നിർത്തി കൗൺസിലിൽ നിന്ന് ഗമാലിയൽ എഴുന്നേറ്റ് അധികാരപ്പെട്ടവരെ മാറ്റി നിർത്തി കാര്യങ്ങൾ പ്രബോധിപ്പിച്ചു. കല്ലെറിഞ്ഞ് കൊല്ലേണ്ട സ്ഥാനത്ത് ഒരു വിധി ഉണ്ടാവുകയാണ്, ഇവരെ അടുപ്പിച്ച് വിട്ടേക്കാം. ഒന്ന് കുറയെ 39 അടി എല്ലാ അപ്പസ്തോലന്മാർക്കും കൊടുത്തിട്ട് ഇവരെ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തെങ്കിൽ ഇവർ ആ ജയിലിന് അല്ലെങ്കിൽ ആ കൗൺസിലിന് വെളിയിൽ ചെന്ന് വീണ്ടും അവർ പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന തിരുവചനം. ഒരു പേടിയുമില്ല ഇവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? കൗൺസിൽ താക്കീത് കൊടുത്ത് വിട്ടതാണ്. ഒന്ന് കുറയെ 39 അടിയും കൊടുത്ത് ഇവന്മാരെ വെളിയിൽ വിട്ടിട്ട് ആ വെളിയിൽ വന്ന് ഇവന്മാർ പ്രസംഗിക്കുകയാണ്. എൻ്റെ കൊച്ചുപ്രായത്തിൽ പ്രസംഗിക്കാൻ സ്റ്റേജില്ല, പ്രസംഗിക്കാൻ ഭയങ്കര കൊതി. ഒരു ചെറിയ കോളാമ്പി പോലത്തെ ഒരു സാധനം. ഞാനും എൻ്റെ ബ്രദറും, ഞങ്ങൾ 1 വയസ്സിന് ഇളപ്പയുള്ള എൻ്റെ ബ്രദറ്, പ്രസംഗിക്കാനുള്ള കൊതി കൊണ്ട് ഈ കോളാമ്പിയായിട്ട് രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ആൾക്കാർ ഞങ്ങളെ കണ്ടാൽ ആ കോലമൊക്കെ കണ്ടാൽ ആരും ശ്രദ്ധിക്കാനും സാധ്യതയില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ബസ്സിൽ നിന്നുള്ളവരാണേലും നമ്മളെ നോക്കണമെങ്കിൽ വേഷം മാറണം. അതുകൊണ്ട് തലമുടി എല്ലാം മൊട്ടയടിച്ചു, നല്ല പച്ച വെളിച്ചെണ്ണ തലയിലേക്ക് തേച്ചു. പ്രസംഗം കേട്ടില്ലെങ്കിൽ ആളെ കണ്ടെങ്കിലും ആൾക്കാർ നോക്കണമെന്ന് പറഞ്ഞ് കവലയിൽ നിന്ന് പ്രസംഗിക്കും. പ്രസംഗിക്കാൻ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും വെച്ച് അറിയാവുന്നതൊക്കെ അങ്ങ് വിളിച്ച് പറയുകയാണ്. പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിൽ ഇപ്പോൾ, ഞങ്ങളുടെ വീട് ഒരു കടലിനടുത്താണ്. എൻ്റെ ബ്രദറ് തെങ്ങിൻ്റെ മണ്ടയിൽ കയറി കോളാമ്പി കെട്ടുമ്പോൾ ഞാൻ പ്രസംഗിക്കും, ഞാൻ കെട്ടുമ്പോൾ എൻ്റെ അനിയൻ പ്രസംഗിക്കും. ഈ തെങ്ങിൻ്റെ മണ്ടയിൽ പോയി കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കടലിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ ശബ്ദം ആ കരയിൽ മുഴുവൻ വ്യാപിക്കേണ്ടതിന് ഉയരത്തിൽ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയാണ് ഈ കോളാമ്പി കെട്ടുന്നത്. ഇറങ്ങി വരുമ്പോൾ കാലയിൽ തൊലിയില്ല, ഉടുപ്പ് കീറും, ബട്ടൺസ് പൊട്ടും. പക്ഷെ ആവേശമായിരുന്നു. എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനുള്ള ആവേശം. 17ാമത്തെ വയസ്സാണെന്ന് ഓർക്കണം കേട്ടോ. ചെറുപ്രായമാണ്, പ്രസംഗിക്കാൻ അറിയില്ല, എങ്കിലും പ്രസംഗിക്കാനുള്ള കൊതിയുണ്ട്. ഞാനും എൻ്റെ സഹോദരനും കൂടി ഇങ്ങനെ രാവിലെ ഇറങ്ങും കോളാമ്പിയായിട്ട്. ചെറുപ്പക്കാരുണ്ടേ ശ്രദ്ധിച്ചോണേ. അത്ര ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിന് പ്രയോജനപ്പെടാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചതെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. പ്രിയരെ, അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയതാണ് ഞങ്ങൾ 17ാമത്തെ വയസ്സിൽ. നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ ചലഞ്ചുകളും ഞങ്ങളും അഭിമുഖീകരിച്ചത്. അവിടെയെല്ലാം ജയിച്ചതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ഒരു കൃപയുണ്ട്. കരയുന്നൊരു മാതാവുണ്ട്, പ്രാർത്ഥിക്കുന്നൊരു പിതാവുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ അയക്കണമേ, വിളിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച അനവധി പേരുടെ കണ്ണുനീര് ഞങ്ങളുടെ തലമണ്ടയിലുണ്ടായതുകൊണ്ട് കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ മാനിച്ചു. ഇന്ന് അമേരിക്കയിൽ ഫിലദൽഫിയ അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയിൽ ഈ സ്റ്റേജിൽ നിന്ന് മാന്യരായ, കഴിവുള്ള, പ്രാപ്തരായ, സൗന്ദര്യമുള്ള, വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ മുന്നിൽ ഈ എളിയവന് നിൽക്കാൻ കൃപ ലഭിച്ചെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ കഴിവും സൗന്ദര്യവുമല്ല, എൻ്റെ ചുറ്റുപാടല്ല, എൻ്റെ നല്ല വീട്ടുപേരല്ല, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. എന്താ സ്തോത്രം പറയാനൊരു മടി? ഒരു പക്ഷേ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു പഴഞ്ചൻ പ്രസംഗമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്ന് കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയാതെ ഒരു പ്രസംഗവും ഞാൻ അവസാനിപ്പിക്കാറില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, അവർ നിങ്ങൾക്കൊരു അഭിമാനമാണ്. അത് നിങ്ങൾക്കൊരു ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിടുതലാണ്. നിൻ്റെ അപ്പനാകട്ടെ, നിൻ്റെ അമ്മായിയപ്പനാകട്ടെ, നിൻ്റെ ഫാദറാകട്ടെ, ഫാദറിലോ ആകട്ടെ, അവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മാത്രം ലഭിക്കുന്നൊരു കൃപ നിൻ്റെ മേലുണ്ട്. ആ കൃപ കളഞ്ഞു കുടിക്കരുത്. നിൻ്റെ ഉയർച്ചയുടെ എല്ലാം പിന്നിൽ അവരുടെ കണ്ണുനീരുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലാണ് നീ എന്ന് പകല് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിന്നതല്ല ഞാൻ നിർത്തിയതാണെന്നൊക്കെ നമ്മൾ പാടുന്നത്. നേടിയതല്ല ഒന്നും, എല്ലാം തന്നതാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നത്.
അമേരിക്കൻ പണവും നല്ല വീടും നല്ല വണ്ടിയൊക്കെ കിട്ടും. ഇതൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ഇതൊക്കെ പറയാൻ എനിക്കറിയൂ. നിങ്ങൾക്കെല്ലാ സമൃദ്ധിയും ദൈവം തന്നെന്ന് വരാം. പക്ഷെ മറക്കാതിരിക്കേണ്ടതൊന്ന്, നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരു പായുണ്ടാകണം, കണ്ണിൽ നിനക്ക് കണ്ണുനീരുണ്ടാകണം, സാക്ഷ്യമുള്ളൊരു ജീവിതം ഉണ്ടാകണം. ഇന്നലകളിൽ പലരും വീണെങ്കിൽ അവരെ നോക്കി പറയണം, ഞാൻ വീഴാതിരുന്നത് എൻ്റെ കർത്താവിൻ്റെ കൃപയെന്ന് പറയണം, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്ന് പറയണം, എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയണം. നിനക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും നിന്റെ ഭവനത്തിലുണ്ട്. അവരുടെ കണ്ണുനീരാണ് നിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. അവരുടെ അനുഗ്രഹമാണ് നിന്റെ വിജയം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ. എൻ്റെ അനുഗ്രഹത്തിൻ്റെ പിന്നിലെല്ലാം അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ ഗമാലിയേൽ പറഞ്ഞവരെ വെറുതെ വിടുകയാണ്. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ മറ്റൊരുത്തരെ ഈ കൗൺസിലിലേക്ക് കൊണ്ടുവന്ന അവന്റെ പേരാണ് സ്തെഫാനോസ്. 7-ാം അധ്യായം നിങ്ങൾക്കറിയാം. 6-ാം അധ്യായം മുതൽ വായിക്കണം. ഇവനെ കൗൺസിലിനകത്ത് ന്യായവിസ്താര സഭയിൽ കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യം എന്താ? ആർക്ക് പറയാം? എന്താ പറഞ്ഞ സാക്ഷ്യം? അവന്റെ മുഖം ദൈവദൂതനെ പോലെ അവർക്ക് തോന്നി. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് കൗൺസിലിൽ വരുമ്പോൾ ഭൂതമായിട്ടാണ് പലരെയും നമ്മൾ കാണുന്നത്. പക്ഷേ കൗൺസിലിലും ദൂതനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. ഹലോ, ദൈവകൃപയുള്ളവൻ ആരാധനയിലും കൗൺസിലിലും ഒരുപോലെ ആയിരിക്കും. അവനിവിടെ കൈയടിച്ചിട്ട് അവിടെ മറ്റൊന്ന് പറയുന്നവൻ, ഇവിടെ അന്യഭാഷ പറഞ്ഞിട്ട് അവിടെ മറുഭാഷ പറയുന്നവനല്ല. ഏത് പ്രസ്ഥാനമാണെങ്കിലും കൊള്ളാം. ഇന്ന് പകൽ ഓർത്തോളം, നിന്റെ വായിൽ ഒറ്റ ഭാഷയെ പാടുള്ളൂ. അത് ആത്മാവിൻ്റെ ഭാഷയാകണം. അത് ദൈവം പ്രസാദിക്കണം. കൗൺസിലാണേലും ആരാധനയാണെങ്കിലും തിരുവചനം പറയുന്നു, 2-3 പേർ അവൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ആ യോഗം കർത്താവിൻ്റെ യോഗമാണ്. ആ ആരാധന കർത്താവിൻ്റെ ആരാധനയാണ്. ഇന്ന് പകൽ AG സഭയുടെ ആരാധനയിലല്ല ദൈവമക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. രാജാതി രാജാവിനെ ആരാധിക്കാനാണ് ഇന്ന് പകൽ ദൈവസഭ ഇരിക്കുന്നത്. ഇത് പാഴാക്കി കളയരുത്. ഇത് കൃപയുടെ യോഗമാണ്. ഇത് കൃപയുടെ യോഗമാണ്. എനിക്കൊരു പേടി എന്താണെന്നറിയാം. എൻ്റെ മുന്നിൽ കർത്താവിൻ്റെ മേശയുണ്ട്. ഹലോ, അങ്ങനെ പേടിയുണ്ടോ നിങ്ങൾക്ക്? നിരവധി കർത്തൃമേശ കൈകൊണ്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ കർത്തൃമേശ നടത്തുന്ന സമയത്ത് മനസ്സിനകത്തൊരു പേടിയാണ്. കർത്താവെ, വിശുദ്ധന്മാർക്ക് നുറുക്കി ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാകരുത്. ഈ അപ്പം അവനെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിരൂപണങ്ങൾ നല്ലതായിരിക്കണം. ഞാൻ എൻ്റെ കൂട്ടസ്നേഹിതനെ സ്നേഹിക്കുന്നവനാകണം. ഞാൻ മറ്റുള്ളവന് കൈ കൊടുക്കും, അത് മീൻ ചെയ്തായിരിക്കണം. ഞാൻ പറയുന്ന മാറാനാഥ എൻ്റെ ഹൃദയത്തിൽ നിന്നാകണം. എനിക്കൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വഴിയാണ്. ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുപ്പാൻ യോഗ്യരായി ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു യാത്രയാണ് നമുക്ക് വേണ്ടത്. സ്തെഫാനോസ് ന്യായവിസ്താര സഭയിൽ വന്നപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ അവർക്ക് തോന്നി. കിട്ടിയ അവസരം ന്യായവിസ്താര സഭയിൽ നിന്ന് ദീർഘമായൊരു പ്രഭാഷണം. മോശ മുതൽ ഇങ്ങോട്ടുള്ള സകല ഭക്തന്മാരുടെ പേര് പറഞ്ഞൊരു കിടിലം പ്രസംഗം. പ്രസംഗം കഴിഞ്ഞ് ആരും കൈയടിച്ചില്ല കേട്ടോ. അടിപൊളി പ്രസംഗമാണ്, നല്ല പോയിൻ്റായിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്ന് പൂനെയിൽ നിന്ന് വന്ന് പാഷ കൊള്ളാൻ, തിരക്കേടില്ലെന്നൊന്നും പറഞ്ഞില്ല. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർക്ക് നേരെ പാഞ്ഞു ചെന്നെന്നാണ് ബൈബിളിൽ പറയുന്നത്. എങ്ങനെയാ? പല്ല് കടിച്ച് അവനെതിരെ പാഞ്ഞു ചെന്നു. അവിടെ പറയുന്നൊരു പദം പറയാനാണ് ഞാൻ ഇത്രയും കാര്യം വിശദീകരിച്ചത്. അവിടെ പറയുന്നത്, സ്തെഫാനോസ് ആത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് നോക്കിയെന്നല്ല, സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനെ നോക്കി ഓടണമെന്നാണ് നമ്മുടെ സന്ദേശം. കർത്താവിനെ ഉറ്റുനോക്കി. സ്തെഫാനോസ് ന്യായവിസ്താര സഭ വന്നപ്പോൾ ചിന്തിച്ചു, ഗമാലിയേൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ രക്ഷിച്ചില്ലേ, ഇവനെ ഈ വലത്തുഭാഗത്തെ 35 പേരിൽ ഒരാളായി ഗമാലിയേൽ എഴുന്നേറ്റ് ഇവനെ രക്ഷിക്കുമെന്ന് വെച്ചാൽ
സ്തേഫാനോസ് ചിന്തിച്ചു. കാര്യം കുറച്ച് ദിവസം മുന്നേ ഒരു വിടുതൽ നടന്നതാ. ആ ഒരു വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ സ്തേഫാനോസ് ന്യായവിസ്താര സഭയിൽ നിൽക്കുന്നത്. പക്ഷേ ചുരുക്കി പറയട്ടെ, അവിടെ ഗമാലിയേൽ പോലും സ്തേഫാനോസിന് വേണ്ടി ന്യായം പറയാൻ എഴുന്നേറ്റ് വന്നില്ല. ഇവരൊരു പക്ഷെ വലതുഭാഗത്തേക്ക് നോക്കിക്കാണാം. ആരെങ്കിലും ഉണ്ടോ? ഗമാലിയേലുണ്ടോ? അരിമത്തേക്കാരെ യോസഫ് ഉണ്ടോ? നിക്കോദിമോസ് ഉണ്ട്. ഇവരെല്ലാം കൗൺസിൽ മെമ്പേഴ്സാണ്. ഇവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കാണും. പക്ഷെങ്കിൽ ആരും എഴുന്നേറ്റില്ല. ആരും എഴുന്നേൽക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ മനസ്സൊരു പക്ഷെങ്കിൽ ക്ഷീണിച്ച് കാണാം. പക്ഷെങ്കിൽ തിരുവചനം പറയുന്നത് ആരും അവനെ നോക്കിയില്ല. പക്ഷെ അവൻ സ്വർഗത്തെ കുറ്റുനോക്കിയപ്പോൾ കണ്ടത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പസ്തോലന്മാർക്ക് വേണ്ടി വലത്തുഭാഗത്ത് ഗമാലിയേലാണ് എഴുന്നേറ്റതെങ്കിൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ആരും കൈയടിച്ചില്ല. പക്ഷെ ദൈവപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നു. ഇന്ന് പകല് ഞാൻ പറയട്ടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട യോഗമെന്ന് പറയുന്നത് നിന്റെ ആരാധനയിൽ പുത്രൻ എഴുന്നേറ്റ് നിൽക്കണം. സ്വർഗം തുറക്കണം പിതാവിന്റെ വലത്തുഭാഗത്ത്. ആരും നിന്നെ തഴഞ്ഞാലും, ആരും വാതിൽ അടച്ചു കളഞ്ഞാലും, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, ആരും സ്തോത്രം പറഞ്ഞില്ലേലും നിന്നെ മാനിക്കുന്ന സ്വർഗം എഴുന്നേൽക്കണം. ആ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, എല്ലാ കരങ്ങളും അടിച്ചൊരു സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിനക്കൊരു ഗമാലിയേൽ വേണ്ട, നിനക്ക് അരിമത്തേക്കാരെ യോസഫ് വേണ്ട, നിനക്ക് നിക്കോദിമേസ് വേണ്ട, നിനക്ക് ഞാനുണ്ടെന്ന്. 35 പേരിൽ ഒരുവനായിട്ടല്ല, സ്വർഗാദി സ്വർഗത്തിൽ അധിവസിക്കുന്ന പുത്രൻ തന്നെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്നു. ആ പദം നിങ്ങൾ വായിക്കണം, വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊരു വിടുതലല്ലേ. എല്ലാവരും ആ കണ്ണുകളും നടച്ചേ, എല്ലാവരും ആ കണ്ണുകളും നടച്ചേ. പ്രിയരെ, പ്രസംഗിച്ച ആളെ മറന്നേര്, പ്രസംഗിച്ച ആളെ അങ്ങ് മറന്നേര്. വിശുദ്ധമേശ നമ്മുടെ മുന്നിലുണ്ട്. നിനക്ക് നോക്കാൻ കൊള്ളുന്നൊരു മുഖം സ്വർഗത്തിലുണ്ട്. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, ക്ഷീകമാം കൈകൾ താണു പോകുമ്പോൾ, ക്ഷീണിക്കാത്ത കൈയെനിക്കൊന്ന് ചേർന്ന് പാടിക്കേ. ക്ഷീണിക്കാത്ത കൈയെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ, അന്ധകാരത്താൽ എല്ലാ കണ്ണുമങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണുമങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. യേശുവിനെ നോക്കി ഓടാൻ വിളിക്കപ്പെട്ട എല്ലാവരും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. അവസാന തുള്ളി രക്തം വരെ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തി. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവ് പറഞ്ഞു. ഇന്നലകളിൽ പലരും ഓടി തോറ്റുപോയില്ലേ? നിന്റെ വീട്ടിൽ തന്നെ പലരും പരാജയപ്പെട്ടില്ലേ? അനേകരൊരു ലജ്ജാവിഷയമായി തീർന്നില്ലേ? അനേകർക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ പോയില്ലേ? ഇന്നലകളിൽ പ്രസംഗിച്ച നിരവധി പേര് വീണുപോയില്ലേ? ഇന്നലകളിൽ ഘോരം ഘോരം ജനത്തെ ഉപദേശിച്ച പലരും താളടിയായി പോയില്ലേ? പാപത്തിൻ്റെ മുന്നിൽ അവരെല്ലാം മുട്ടുകുത്തിയില്ലേ? അവരെ കാല ഇടറിപ്പോയില്ലേ? വഴുതിപ്പോയില്ലേ? എന്ന ദൈവം എന്നെ നിർത്തിയില്ലേ? എന്നെ പരിപാലിച്ചില്ലേ? എൻ്റെ തലമുറകളെന്ന് കൃപയിലില്ലേ?
നിങ്ങളുടെ ഇടത്തും വലത്തും നിന്റെ തലമുറ ഇവിടെ ഇരിപ്പുന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ് കേട്ടോ. നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ തലമുറ നിന്നോട് കൂടെ ആരാധിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. അമേരിക്കയിലുള്ള വിശുദ്ധന്മാർ എല്ലാവരും ദൈവത്തോട് നന്ദി പറ, എല്ലാവരും നന്ദി പറ, എല്ലാവരും നന്ദി പറ. ഇത് കൃപയാണെന്ന് പറ, ഇത് കൃപയാണെന്ന് പറ, ഇത് കൃപയാണെന്ന് പറ, ഇത് കൃപയാണെന്ന് പറ. അവരെ ദയയാണെന്ന് പറ, അവരെ ശക്തിയാണെന്ന് പറ, അവരെ ബലമാണെന്ന് പറ, അവരെ അഭിഷേകമാണെന്ന് പറ, അവരെ കരുതൽ ണെന്ന് പറ. അവൻ നമ്മളെ കണ്ടത് കൊണ്ടാണെന്ന് പറ. ഇതിനേക്കാൾ പരമൊരു ഭാഗ്യമുണ്ടോ? ഇതിനേക്കാൾ പരമൊരു ഭാഗ്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? നിന്റെ തലമുറകൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നെങ്കിൽ, നിന്റെ തലമുറ ദൈവത്തിന് വേണ്ടി പാടുന്നെങ്കിൽ, അവരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ അതവന്റെ കൃപയാണ്. യെസ്, ഹല്ലേലൂയ. അത് കൃപയാണ്, കൃപയാണ്, കൃപയാണ്. പരിശുദ്ധ പിതാവേ, ദൈവസഭയെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയെ നോക്കി ഓടുവാൻ ഇത്രയും പേരെ കർത്താവ് വിളിച്ചു. അവരിനിയും ഓടുവാൻ, ഓട്ടത്തിൽ അവർക്ക് ആവേശം ലഭിക്കാൻ, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ശ്രദ്ധിച്ചു നോക്കി ഓടുവാൻ സഹായിക്കണം. ഈ വിശുദ്ധ സഭയെ കർത്താവ് ആദരിക്കണം. കർത്താവിൻ്റെ ദാസൻ സാജൻ ജോർജിനെ കുടുംബമായിട്ട് കർത്താവ് ആദരിക്കണം. അടിയൻ ഈ സഭയുടെ ഒരു ഭാഗമായി ഇന്നലെ രാത്രിയും ഇന്ന് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചതിനായി സ്തോത്രം. ഇവിടെയുള്ള എല്ലാവരെയും കർത്താവ് ആദരിക്കണം. മഹത്വവും മാനവും പുകഴ്ചയും ബഹുമാനം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.